ഹായ് എല്ലാവർക്കും എഡ്യൂക്കേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതാണ് ഹൈബ്രിഡൈസേഷൻ ആണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഹൈബ്രിഡൈസേഷൻ പഠിച്ചായിരുന്നു, പക്ഷേ അതൊരു കാർബണിൻ്റെ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് നോക്കി പറയാനാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടത്. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്ക് ഫോർ എക്സാമ്പിൾ CH4 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വന്നിട്ട് ഇതിൻ്റെ അകത്തെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു, സെൻട്രൽ ആറ്റത്തിൻ്റെ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. സോ ഈ വീഡിയോ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കംപ്ലീറ്റ്ലി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനൊരു കോമ്പൗണ്ട് വന്നിട്ട് സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഏത് സെൻട്രൽ ആറ്റം എന്ന് അറിയണമല്ലോ. ഏത് ആറ്റം ആയിരിക്കും കുറഞ്ഞ നമ്പറിൽ പ്രസൻറ്റ്, അതായിരിക്കും സെൻട്രൽ ആറ്റം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ടല്ലേ, കാർബൺ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ കാർബൺ ഒരെണ്ണമേ ഉള്ളതിൽ കുറഞ്ഞ നമ്പറിലുള്ള, അപ്പോൾ അതായിരിക്കും നമ്മുടെ സെൻട്രൽ ആറ്റം. അപ്പോൾ എന്താണ്, കാർബൺ ആണ് സെൻട്രൽ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ എന്തായിരിക്കും, ഹൈഡ്രജനാണ് സൈഡ് ആറ്റം, സൈഡിലുള്ള. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ ഒരിക്കലും സെൻട്രൽ ആറ്റം ആകത്തില്ല. ഹൈഡ്രജൻ എപ്പോഴും സൈഡ് ആറ്റമേ ആകത്തുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ഫൈൻഡ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം കിട്ടി, സൈഡ് ആറ്റം കിട്ടി. ഇനിയും സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യണം. ഫോർമുല ഇത്രയേ ഉള്ളൂ, സെൻട്രൽ ആറ്റം നമ്പർ പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം ഡിവൈഡ് ബൈ 2. നമ്പർ ഓഫ് സൈഡ് ആറ്റം ഇത് നോക്കിയാൽ തന്നെ അറിയാം, 4 ആണ്. ഹൈഡ്രജൻ ആണ് സൈഡ് ആറ്റം. എത്ര എണ്ണം ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം നമ്പർ ഓഫ് സൈഡ് ആറ്റം 4 ആണ്. നമ്പർ ഓഫ് സെൻട്രൽ ആറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സെൻട്രൽ ആറ്റം യൂഷ്വലി പീരീഡ് 1 അല്ലെങ്കിൽ പീരീഡ് 2 അല്ലെങ്കിൽ പീരീഡ് 3 ഏതൊരു എലിമെൻ്റ് ആയിരിക്കും 90% ഓഫ് കേസസ്. അപ്പോൾ ഇതാണ് പീരീഡ് 2, ഇതാണ് പീരീഡ് 2, ഇതാണ് പീരീഡ് 3. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 2 3 4 5 6 7 8 ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പോൾ ഈ ഫോർ എക്സാമ്പിളിൻ്റെ കാർബണിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആയിരിക്കും. സിലിക്കണിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അതും 4 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ എല്ലാ നമ്പർ ഈ മുകളിൽ കിടക്കുന്ന ഈ നമ്പറാണ്. ഇതാണ് നമ്മുടെ സെൻട്രൽ ആറ്റം നമ്പർ. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ സെൻട്രൽ ആറ്റം നമ്പർ എത്രയാണ്, 4 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നു 4 പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം. എത്ര സൈഡ് ആറ്റം ഉണ്ട്, 4 ഹൈഡ്രജനാണ്, 4 സൈഡ് ആറ്റം അല്ലേ. അപ്പോൾ 4 ഇടുന്നു, ഡിവൈഡ് ബൈ 2. അപ്പോൾ അതായത് 8 ഡിവൈഡ് ബൈ 2, അതായത് 4. അപ്പോൾ ഈ 4 കിട്ടി. 4 വെച്ച് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഗസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ 4 ആണ്. 4 ആണെങ്കിൽ sp3 ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ തുടങ്ങാം. 2 സപ്പോസ് 2 കിട്ടി. എപ്പോഴും ഒരു എസ് എന്തായാലും ഇവിടെ കാണും. മാക്സിമം 3 p കാണും. ഇവിടെ ഇപ്പോൾ ഒരു പ്ലേസും കൂടി ഉള്ളതുകൊണ്ട് ഒരു പി ഫില്ല് ചെയ്യുന്നു. അപ്പോൾ SP നമുക്ക് കിട്ടി. സപ്പോസ് 3 ആണ് നമുക്ക് നമ്പർ കിട്ടി. ഒരു എസ് എന്തായാലും കാണും. ബാക്കി മാക്സിമം 3 p, 2 p ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ sp2 കിട്ടി. അതുപോലെ ഇവിടെ നോക്കാം, 4 പ്ലേസ് ആണുള്ളത്. ഒരു എസ് എന്തായാലും കാണും, മാക്സിമം 3 p കാണും. അപ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്താ, sp3 അല്ലേ. 5 ഉണ്ടെങ്കിൽ 5 പ്ലേസസ് ഉണ്ട്. ഒരു എസ് ഉണ്ട്, മാക്സിമം 3 p വരും. പിന്നെ ഉള്ള പ്ലേസിലെല്ലാം ഡി ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3d അല്ലേ. അതുപോലെ 6, 1 2 3 4 5 6 ഒരു എസ് എന്തായാലും കാണും, മാക്സിമം 3 p, ബാക്കിയുള്ള പ്ലേസിലെല്ലാം ഡി ഫില്ല് ചെയ്തേക്കും. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ, sp3d2 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഹൈബ്രിഡൈസേഷൻ എന്താണെന്നൊക്കെ വലിയ കഥയാണ്, അത് ഞാനിവിടെ പറയുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ അത് സെൻട്രൽ ആറ്റത്തിൽ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് pH3. സെൻട്രൽ ആറ്റം ഏതാ, p അല്ലേ. അതാണ് കുറഞ്ഞ നമ്പറിൽ പ്രസൻറ്റ്. പിൻ്റെ നമ്പർ എന്താണ്, 5 അല്ലേ. ഈ നമ്പർ 5 ആണ്. ഇക്വേഷൻ എന്തായിരുന്നു, സെൻട്രൽ ആറ്റം നമ്പർ പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം ഡിവൈഡ് ബൈ 2. സെൻട്രൽ ആറ്റത്തിൻ്റെ നമ്പർ 5 ആണ് നമുക്ക് മനസ്സിലായി. നമ്പർ ഓഫ് സൈഡ് ആറ്റം, എത്ര സൈഡ് ആറ്റം ഉണ്ട്, 3 ഹൈഡ്രജൻ അല്ലേ, ഡിവൈഡ് ബൈ 8 ബൈ 2 4 വന്ന് എന്തായിരുന്നു, sp3 അല്ലേ. sp3 ആണോ. H2O സെൻട്രൽ ആറ്റം ഏതാണ്, ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്പർ എന്ത്, 6 അല്ലേ. ഓക്സിജൻ നമ്പർ 6 ആണ്. ഇക്വേഷൻ ഇത് തന്നെയാണ്. സെൻട്രൽ ആറ്റം നമ്പർ 6, നമ്പർ ഓഫ് സൈഡ് ആറ്റം, എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. 6 + 2 ബൈ 2, അതായത് 8 ബൈ 2 4. വീണ്ടും sp3 ആണ് ഹൈബ്രിഡൈസേഷൻ.
അടുത്ത് ഇവിടെയാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. CO2 സെൻട്രൽ ആറ്റം ഏതാണ്? സി അല്ലേ? കാരണം എന്താണ്? അതായത് കുറഞ്ഞ നമ്പറിൽ പ്രസൻറ്റ്. സൈഡ് ആറ്റം O ആണ്. ഈ ഓക്സിജൻ അല്ലേ നൈട്രജൻ സൈഡ് ആറ്റമായി വരുമ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ കുറച്ചൊരു ഡിഫറൻസ് വരുത്തും. അത് നോക്കാം. നേരത്തെ പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? സെൻട്രൽ ആറ്റം നമ്പർ പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം ബൈ 2 ഇതല്ലായിരുന്നു. കാർബണിൻ്റെ നമ്പർ എന്താണ്? 4 അല്ലേ? അതിവിടെ നോക്കണം. 4 അല്ലേ കാർബൺ നമ്പർ? ആണ്. കാർബൺ നമ്പർ 4 ആണ്. നമ്പർ ഓഫ് സൈഡ് ആറ്റം നമ്മൾ ആക്ച്വലി 2 ആണ് അല്ലേ എഴുതണ്ടേ? പക്ഷെ ഓക്സിജനോ നൈട്രജനോ ആ സൈഡ് ആറ്റമായി വരുന്നെങ്കിൽ 2 എഴുതണ്ട, അതിൻ്റെ സ്ഥലത്ത് 0 എന്ന് എഴുതിയാൽ മതി. നമ്പർ ഓഫ് സൈഡ് ആറ്റത്തിൻ്റെ അവിടെ 0 എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ 2, അതായത് 4/2 = 2 എന്ന് എന്തായിരുന്നു? SP അല്ലേ? ഓക്സിജനോ നൈട്രജനോ സൈഡ് ആറ്റമായി വരുവാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ് ആറ്റത്തിൻ്റെ അവിടെ ഈ നമ്പർ എഴുതണ്ട, അതിൻ്റെ സ്ഥലത്ത് 0 എന്ന് എഴുതിയാൽ മതി. ഇത്ര ഡിഫറൻസ് വരുന്നുള്ളൂ. വേറൊരു എക്സാമ്പിൾ നോക്കാം. SO2 സെൻട്രൽ ആറ്റം S, സൈഡ് ആറ്റം O. ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് സൈഡ് ആറ്റം എസിൻ്റെ നമ്പർ എന്താ നോക്കൂ. എസിൻ്റെ നമ്പർ 6 അല്ലേ? അപ്പോൾ 6 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ 2 ആയിരുന്നു എഴുതേണ്ടത്, പക്ഷേ ഇത് ഓക്സിജൻ ആയതുകൊണ്ട് നമ്മൾ 0 എഴുതും. നൈട്രജൻ ആയിരുന്നെങ്കിൽ അവിടെ 0 എഴുതിയാണ്. 6/2 അതായത് 3 എന്ന് വെച്ചാൽ എന്താണ്? sp2. ഈസി അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. CO2 ഹൈബ്രിഡൈസേഷൻ ഓഫ് CO2 ഈസ് സെയിം ആസ്. ഇതിൽ ഏതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് CO2യുടെ ഹൈബ്രിഡൈസേഷൻ ആയിട്ട് സെയിം ഉള്ളത്? അപ്പോൾ ആദ്യം CO2യുടെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. ഫോർമുല ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാണ്. സെൻട്രൽ ആറ്റം കാർബൺ അല്ലേ? അതാണ് കുറഞ്ഞ നമ്പർ %. കാർബൺ നമ്പർ എന്താണ്? ആ ടേബിൾ പോയി നോക്കുവാണെങ്കിൽ 4 ആണെന്നറിയാം. 4 പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം ഓക്സിജൻ ആയതുകൊണ്ട് 0 എഴുതിയാൽ മതി. 4/2 അതായത് 2 SP. CO2യുടെ ഹൈബ്രിഡൈസേഷൻ SP ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈത്തൈൻ്റെ എന്താണ്? ഇത് ഫസ്റ്റ് വീഡിയോയുടെ പാർട്ടാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം, അപ്പോൾ അത് മനസ്സിലായിക്കോളും. ഈത്തൈൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. CH3 എല്ലാം സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ sp3. ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അത് കാണാത്തവർ ഇത് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലായിക്കോളും. ഈത്തീൻ്റെ സ്ട്രക്ചർ എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ? sp2. ഈത്തൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH sp. എത്തനോൾ എന്താ? CH3CH2OH. ഇതെങ്ങനെയാണ് ഈത്തൈൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലായത്? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് IUPACയുടെ വീഡിയോ വരും, അത് നോക്കിയാൽ മതി, അത് മനസ്സിലായിക്കോളും. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? OH ഉണ്ടെങ്കിലും എല്ലാം സിംഗിൾ ബോണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പോൾ ഇവിടെ CO2യുടെ ഹൈബ്രിഡൈസേഷൻ sp ആയിരുന്നു. ഇതിൽ ഏതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് sp ഉള്ളത്? ഈത്തൈൻ്റെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ C ഈത്തൈൻ ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. XeF4 സെൻട്രൽ ആറ്റം ഏതാ? Xe അല്ല, എന്താ? അത് കുറവ് നമ്പറിൽ പ്രസൻറ്റ് ആയതുകൊണ്ട്. സൈഡ് ആറ്റം ഫ്ലൂറിൻ. ഫോർമുല അപ്ലൈ ചെയ്യുക. സെനോണിൻ്റെ നമ്പർ എന്താണ്? ഈ ടേബിൾ നോക്കണമെങ്കിൽ ഇവിടെ സെനോൺ കാണുന്നില്ല അല്ലേ? സെനോൺ ആക്ച്വലി നോബിൾ ഗ്യാസ് ആണ്. അതായത് ഈ ഒരു ഗ്രൂപ്പ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ സെനോൺ വരുന്നുണ്ട്. അപ്പോൾ സെനോണിൻ്റെ നമ്പറും 8 തന്നെയാണ്. അതായത് ഈ ഗ്രൂപ്പിൽ ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ എല്ലാം നമ്പർ 8 ആണ്. അപ്പോൾ സെനോണിൻ്റെ നമ്പർ നമുക്ക് കിട്ടി. സെനോണിൻ്റെ നമ്പറാണ് 8 പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം എത്ര ഫ്ലൂറിൻ ഉണ്ട്? 4 ഉണ്ട്. /2 12/2 അതാണ് 6 വരുവാണെങ്കിൽ എന്താണ്? 6 പ്ലേസ് ഉണ്ട്. ഒരു എന്തായാലും വരും, മാക്സിമം 3p, ബാക്കി D ഫില്ല് ചെയ്താൽ മതി. sp3d2 കിട്ടിയില്ലേ? ഓപ്ഷൻ sp3d2, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇനി കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ കോമ്പൗണ്ട് ശ്രദ്ധിച്ചറിയാം, ഇതിലൊരു ചാർജ് ഉണ്ട് മൈനസ്. ഇതുവരെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിലും ചാർജ് ഇല്ലായിരുന്നു. ചാർജ് വരുമ്പോൾ നേരത്തെ ഫോർമുല കുറച്ച് ഡിഫറൻസ് വരുത്തണം, അത് നോക്കാം. ഫോർമുല എന്തായിരുന്നു? സെൻട്രൽ ആറ്റം നമ്പർ പ്ലസ് നമ്പർ ഓഫ് സൈഡ് ആറ്റം ബൈ 2 അല്ലേ? ചാർജ് വരുവാണെങ്കിൽ എന്ത് വ്യത്യാസം വരുത്തുന്ന അറിയാമോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് ആഡ് ചെയ്യണം, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് അല്ലേ ഇവിടെ? അതായത് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജാണെങ്കിൽ ആഡ് ചെയ്യണം, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഏത് ചാർജാണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ഈ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബോറോണിൻ്റെ നമ്പർ എന്താണ്? ബോറോൺ നമ്പർ 3 അല്ലേ?
ബോണ്ട് നമ്പർ 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതുന്നു. എത്ര സൈഡ് ആറ്റം ഉണ്ട്? 4 ഉണ്ട്. -1 ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. +1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 4, 7, 1 8/2, അതായത് 4. അതായത് sp3 ആണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അടുത്ത എക്സാമ്പിൾ, NH4 പ്ലസ് സെൻട്രൽ ആറ്റം N, സൈഡ് ആറ്റം H4. എന്നിൻ്റെ നമ്പർ എന്താണ്? 5. അപ്പം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 പ്ലസ് എത്ര സൈഡ് ആറ്റം ഉണ്ട്? 4 ഉണ്ട്. +1 ആ ചാർജ്, അപ്പോൾ അതിനെ മൈനസ് ചെയ്യണം. -1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? 8/2. 8/2 ഇതാ 4. 4 എന്താണ്? sp3 ആണ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പ്ലസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻട്രൽ ആറ്റം ഇസ് നോട്ട് sp3? sp3 അല്ല, ഇതിൽ ഏതാണ് അല്ലാത്തത്? നമ്മൾ CH4 കുറച്ച് മുമ്പ് ചെയ്തായിരുന്നു ഫസ്റ്റ് എക്സാമ്പിൾ. അത് sp3 ആയിരുന്നു നമുക്ക് കിട്ടി. അത് ഫസ്റ്റ് ഈ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. BF4 നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതേ ഉള്ളൂ. BF4 മൈനസ് ഏതാണ്? അതും sp3 ആണ്. NH4 നമ്മളിപ്പം ചെയ്ത് അങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ. നേരത്തെ ക്വസ്റ്റ്യൻ NH4 പ്ലസ് അതും sp3 ആണ്. ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. ഓക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം. സൾഫറിൻ്റെ നമ്പർ നോക്കുവാണ്. സൾഫറിൻ്റെ നമ്പർ എന്താണ്? സൾഫറിൻ്റെ നമ്പർ 6 ആണ്. സൾഫറിൻ്റെ നമ്പർ 6 ആണ്. അപ്പോൾ സൾഫറിൻ്റെ നമ്പർ എന്താണ്? 6 ആണ്. 4 മൈനസ് ഇല്ല ഇതിൽ. 4 സൈഡ് ആറ്റം ഉണ്ട്. ഡിവൈഡ് ബൈ 2, അതായത് 10/2. 5 എന്ന് വെച്ചാൽ എന്താണ്? sp3d അല്ലേ? അപ്പോൾ ഈ SF4 മാത്രമേ ഉള്ളൂ sp3 അല്ലാത്ത ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന് NO2 പ്ലസ് NO3 മൈനസ് NH4 പ്ലസ് ഈ മൂന്നിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫോർമുല ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ലേ, ഞാൻ ജസ്റ്റ് ചെയ്തു പോവാണേ. ഇത് നിങ്ങൾക്ക് ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ കിട്ടി കാണും. അങ്ങനെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. എന്നാണ് സെൻട്രൽ ആറ്റം? കുറഞ്ഞ നമ്പറിലായതുകൊണ്ട് എൻ്റെ നമ്പർ എന്താണ്? 5 ആണ്. ഓക്സിജൻ ആയതുകൊണ്ട് നമ്മൾ 2 എഴുതണ്ട, അതിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? 0 എഴുതണം. +1 ആണ്, -1 ആണ്. ഡിവൈഡ് ബൈ 2, അതായത് 4/2 2, അത് sp വന്നു. NO3 മൈനസ് എന്നിൻ്റെ നമ്പർ 5. ഓക്സിജൻ ആയതുകൊണ്ട് 0 എഴുതണം. -1 ആയതുകൊണ്ട് +1 എഴുതണം. ഡിവൈഡ് ബൈ 2, 6/2, അതായത് 3 sp2. NH4 പ്ലസ് എന്നിൻ്റെ നമ്പർ 5. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. +1 ആണ്, -1 ചെയ്യണം. ഡിവൈഡ് ബൈ 2, അതായത് 9 - 1 8/2, അതായത് 4 ആണ് sp3. ഓർഡർ എന്താണ്? sp sp2 sp3 അല്ലേ? sp sp2 sp3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നീറ്റ് 2013 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സ്ട്രക്ചറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വരച്ച് കാണിക്കാം. ഈ സ്ട്രക്ചർ എക്സ്പാൻഡ് ചെയ്താണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർബൺ നോക്കിയിട്ട് നിങ്ങൾ പറയും എല്ലാം സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ sp3 അല്ലേ വരണ്ടേ? പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാർബണിൽ 3 ബോണ്ടേ ഉള്ളൂ. ആ കേസിലൊക്കെ കാർബണിൽ 4 ബോണ്ട്, കാർബൺ 4 ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് പറയാം sp3 ആണ്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. പക്ഷേ ഈ കാർബൺ 3 ഡബിൾ ബോണ്ട്, ഒരു ബോണ്ട് സിംഗിൾ ബോണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് പ്ലസ് ചാർജും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താണ് ഫോർമുല? കാർബൺ ആണ് നമ്മുടെ സെൻട്രൽ ആറ്റം. കാർബണിൻ്റെ നമ്പർ എത്രയാണ്? 4 ആണ്. പ്ലസ് എത്ര സൈഡ് ആറ്റം ഉണ്ട്? ഇതൊരു സൈഡ് ആറ്റം, രണ്ടാമത്തെ സൈഡ് ആറ്റം, ഇതൊരു സൈഡ് ആറ്റം അല്ലേ? കാർബണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചുറ്റുപാട് എന്തുണ്ട്? അതെല്ലാം സൈഡിൽ കിടക്കുന്ന എല്ലാ സൈഡ് ആറ്റമാണ്. 3 സൈഡ് ആറ്റം. +1 ആണ് ചാർജ്, ഞാൻ -1 ചെയ്യണം. /2, അതായത് 6/2, അതാണ് 3 വരുവാണെങ്കിൽ എന്താ? sp2 അല്ലേ? അപ്പോൾ ഈ കാർബണിൻ്റെ ഹൈബ്രിഡേഷൻ sp2 ആണ്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു, ഫോർമുല കണ്ടു, ഡിഫറെൻറ്റ് കേസസ് കണ്ടു. ഈ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നീറ്റിലും ജെയിലും ഒക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സീരീസിലുള്ള ബാക്കി വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി ടോട്ടൽ ഈസി ആവും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.